ഹലോ ഫ്രണ്ട്സ്, ഏണസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ജോബ് അപ്ഡേഷനുമായിട്ടാണ്. ISROയുടെ ബാംഗ്ലൂരുള്ള UR റാവു സാറ്റലൈറ്റ് സെന്ററിലേക്ക് വിവിധ പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ ടെക്നിക്കലായിട്ടുള്ളതുകൊണ്ട് നോൺ ടെക്നിക്കലായിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ഞാൻ പ്രധാനമായും ഇവിടെ ടെക്നിക്കൽ പോസ്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിപ്ലോമ, ITA അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് കിട്ടാവുന്ന മികച്ച അവസരങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചേക്കുന്നത് നോക്കാം. സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, സയന്റിഫിക് അസിസ്റ്റന്റ്, ഈ പറഞ്ഞ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഡ്രൈവർ, ഫയർമാൻ, കുക്ക്, ഈ മൂന്ന് നോൺ ടെക്നിക്കൽ സൈഡിലോട്ടും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് March 1. ഓക്കെ, ഇനി നമുക്ക് ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ടെക്നീഷ്യനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ഡിസിപ്ലിനിലേക്കാണ് ടെക്നീഷ്യൻ വിളിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ പവർ, ഇലക്ട്രോണിക് സിസ്റ്റംസ്, മെക്കാനിക് കൺസ്യൂമർ, ഇലക്ട്രോണിക് അപ്ലയൻസ്, മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്. മൊത്തം 63 വേക്കൻസികളാണ് ഈ ഡിസിപ്ലിനിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന ട്രേഡുകളിൽ ITA അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. 63 വേക്കൻസി ഉണ്ട്. അതുപോലെ അടുത്ത ഡിസിപ്ലിനാണ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രീഷ്യൻ. 13 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിൻ്റെയും ക്വാളിഫിക്കേഷൻ വരുന്നത് ITA, റിലവൻറ്റ് ട്രേഡിൽ ITA അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതിന് എക്സ്പീരിയൻസ്, നിശ്ചിത കാലയളവ് എക്സ്പീരിയൻസ് വേണമെന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITA കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ പോസ്റ്റിനെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം കേരള PSCയിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ ഹാർബർ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രീഷ്യൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രീഷ്യൻ, അങ്ങനെ ധാരാളം ഇലക്ട്രീഷ്യൻ പോസ്റ്റിലോട്ട് PSC വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരമാണ്. 13 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഡിസിപ്ലിൻ നോക്കാം. ഫിറ്റർ ആണ് അടുത്തത്. 17 വേക്കൻസിയാണ് ഫിറ്ററിനുള്ളത്. ITA ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ പ്ലംബർ 3 വേക്കൻസിയാണുള്ളത്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 11 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതുപോലെ ടർണറിന് 2 വേക്കൻസിയാണ്. അപ്പോൾ ഈ ഫിറ്ററൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി ഫിറ്ററിൻ്റെ എക്സാം വരാൻ പോവുകയാണ്. അതുപോലെ ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങിൻ്റെ എക്സാം വരാൻ പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും ഈ പറയുന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഒരു പ്രിപ്പറേഷൻ നടത്തുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഇവിടെയും കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും യാതൊരു കാരണവശാലും പാഴാക്കരുത്. അതുപോലെ അടുത്ത പോസ്റ്റ് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്, അതിൽ 2 വേക്കൻസിയാണുള്ളത്. മെഷീനിസ്റ്റ് 5 വേക്കൻസി, വെൽഡർ 2 വേക്കൻസി. മെഷീനിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലൊക്കെ മെഷീനിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരമാണ്. അതുപോലെ ALPയുടെ എക്സാം വരാൻ പോവുകയാണ് അല്ലേ. അതിൽ പാർട്ട് B നമുക്കറിയാം ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡുകളിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ അവസരം പാഴാക്കരുത്. ഓക്കെ, അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഡ്രാഫ്റ്റ്സ്മാന് മെക്കാനിക്കലിനും സിവിലിനും വിളിച്ചിട്ടുണ്ട്. മെക്കാനിക്കലിന് 11 വേക്കൻസിയും സിവിലിന് 5 വേക്കൻസിയാണ്. അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ITA ഓർ NDC ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ NAC നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ 2 പോസ്റ്റുകളിലേക്കും, അതായത് ടെക്നീഷ്യനും ഡ്രാഫ്റ്റ്സ്മാനും ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 18 മുതൽ 35 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ലെവൽ 3 പേ സ്കെയിലാണ് ഈ പോസ്റ്റിനുള്ളത്. സാലറി വരുന്നത് 21,700 മുതലാണ് സാലറി വരുന്നത്. അതിൻ്റെ കൂടെ അലവൻസ് കൂടെ ലഭിക്കും. ഒരു തരക്കേടില്ലാത്തൊരു സാലറിയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് എൻട്രി ചെയ്യുന്ന വഴി കിട്ടുക. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് അടുത്തത് വരുന്നത്. അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ്. റെലവൻറ്റ് ട്രേഡിൽ ഡിപ്ലോമയാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സിന് 28 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിന് 6 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ദ റെലവൻറ്റ് ട്രേഡാണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾ ഇതേ രീതിയിലുള്ള എക്സാമുകളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് PSCക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ പാഴാക്കരുതെന്നാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലിന് 5 വേക്കൻസി, സിവിലിന് 4 വേക്കൻസി, മെക്കാനിക്കലിന് 12 വേക്കൻസി. ഈ പറഞ്ഞ എല്ലാ ഡിസിപ്ലിനും ഉള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ തന്നെയാണ്. ഓക്കെ, അടുത്താണ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി, ഫിസിക്സ്, ആനിമേഷൻ ആൻഡ് മീഡിയ,
മാത്തമാറ്റിക്സ്. ഇത്രയും ഡിസിപ്ലിനാണ് വിളിച്ചിരിക്കുന്നത്. കെമിസ്ട്രിക്ക് 2 വേക്കൻസി, ഫിസിക്സിന് 2 വേക്കൻസി, അതുപോലെ ആനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയയ്ക്ക് 1 വേക്കൻസി, മാത്തമാറ്റിക്സിന് 1 വേക്കൻസി. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കെമിസ്ട്രി ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ BSc, അതായത് BSc കെമിസ്ട്രി ആണ് കെമിസ്ട്രിയുടെ ക്വാളിഫിക്കേഷൻ. ഫിസിക്സ് ആണെങ്കിൽ BSc ഫിസിക്സ്, അതായത് റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഡിഗ്രിയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സും നേടിയിരിക്കണം. നിങ്ങളുടെ റിസൾട്ടിൽ ഫസ്റ്റ് ക്ലാസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 35 വയസ്സ് വരെയാണ് ഇവിടെ ഏജ് ലിമിറ്റ്. ലെവൽ 7 പേ ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. സാലറി വരുന്നത് 44,900 മുതലാണ് നിങ്ങളുടെ സാലറി ലഭിക്കുക. അതിൻ്റെ കൂടെ അലവൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ആണ് അടുത്ത പോസ്റ്റ്. ഇത് 4 പോസ്റ്റിലോട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഞാനിവിടെ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കാര്യമാണ് പറയുന്നത്. ഇത് കൂടാതെ മെറ്റീരിയൽ സയൻസിലും മെക്കട്രോണിക്സും ഇങ്ങനെ 2 സ്ട്രീമിലോട്ടും വിളിച്ചിട്ടുണ്ട്. ഇതിൽ മാത്സിൽ 1 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MSc ആണ്. MSc മാത്സ് ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. 65% മാർക്ക് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ CGPA ഓർ CPA ഗ്രേഡിംഗ് 6.84 എങ്കിലും വേണം. അതാണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc മാത്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സും കൂടെ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫിസിക്സിൻ്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ്. BSc ഫിസിക്സ് ആണ് എൻ്റെ MSc ഫിസിക്സ് ആണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഈ പറയുന്ന 65% അല്ലെങ്കിൽ 6.84 ഗ്രേഡ് പോയിന്റ് വേണം. കൂടാതെ BSc ഫിസിക്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം, എന്നാലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് മെക്കട്രോണിക്സിലും മെറ്റീരിയൽ സയൻസിലും വരുന്നത്. അതിൻ്റെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 18 മുതൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. മറ്റേത് 18 മുതൽ 35 ആണെങ്കിൽ ഇവിടെ 18 മുതൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ലെവൽ 10 പേ സ്കെയിലാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. 56,100 മുതലാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. പ്ലസ് അലവൻസ് കൂടെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പോസ്റ്റിൻ്റെയൊക്കെ സെലക്ഷൻ പ്രോസസ് അറിയണ്ടേ? സെലക്ഷൻ പ്രോസസ് വരുന്നത് ആദ്യം റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം സ്കിൽ ടെസ്റ്റ്, സ്കിൽ അളക്കേണ്ട പോസ്റ്റുകളാണെങ്കിൽ ഇപ്പം ഡ്രൈവർ പോസ്റ്റൊക്കെ ആണെങ്കിൽ അതിന് ഡ്രൈവിംഗ് ടെസ്റ്റ് കാണും. അപ്പോൾ അങ്ങനെ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഇല്ലാത്ത പോസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ പോസ്റ്റിലോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ISROയുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കരിയർ ഓപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാർച്ച് 1 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പല എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ പാഴാക്കാതെ എക്സാം ഒക്കെ എഴുതും. അപ്പോൾ ആ കിട്ടുന്ന എക്സ്പീരിയൻസും വളരെ വലുതായിരിക്കും. അതുപോലെ ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 750 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതിൽ 500 റീഫണ്ടബിൾ ആണ്, 250 റീഫണ്ടബിൾ അല്ല. ഇനി നിങ്ങൾക്ക് ഈ പോസ്റ്റുകളെ കുറിച്ചുള്ള എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പോസ്റ്റിൻ്റെ എക്സാം പാറ്റേൺ ആണ് അറിയേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കൂടുതൽ കമൻറ്റ് വരുന്നതനുസരിച്ച് നമ്മൾ ആ പോസ്റ്റിലേക്കുള്ള എക്സാം പാറ്റേണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അവസരങ്ങൾ പാഴാക്കാതെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ജോബ് അപ്ഡേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.